ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പച്ചപ്പയർ കുത്തിക്കാച്ചിയെടുത്താലോ. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ അച്ചിങ്ങപ്പയർ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് 3 ടീസ്പൂൺ ചതച്ച മുളക് തന്നെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചപ്പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പച്ചപ്പയർ കുത്തിക്കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.